ഹായ് എവരി വൺ. ഇന്ന് ഞാനൊരു ഉണക്ക ചെമ്മീൻ സമ്മന്തിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് സമ്മന്തി പോലെയല്ല കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, സമ്മന്തി പോലെയല്ല, അതൊരു രീതിയിലാണ്. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 സവാള എടുത്തിട്ട് അത് ചോപ്പറിൽ ചോപ്പ് ചെയ്തു നന്നായിട്ട്. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. ഇത് ചെമ്മീനാണ് കേട്ടോ, ഉണക്ക ചെമ്മീൻ എടുത്തിരിക്കുകയാണ്. നന്നായിട്ട് അത് കാലും തലയൊക്കെ, അതിൻ്റെ വാലും തലയൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ച സംഗതിയാണ്. അപ്പം നന്നായിട്ട് അത് ഇത് വാഷ് ചെയ്തിട്ട് ഇതും നമുക്കിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിത് ഒരു ജാറിലിട്ടിട്ടാണ് ഒന്ന് അടിച്ചിരിക്കുന്നത് കേട്ടോ. മിക്സി ജാറിൽ ഇട്ടിട്ടാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് കാണിക്കാം. ഇതിപ്പോൾ മിക്സി ജാറിലിട്ടു. എന്നിട്ട് നന്നായിട്ട് അത് അടച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ട് അരയേണ്ട, ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത പോലെ എടുത്തു കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ ചോപ്പ് ചെയ്ത സവോള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് വഴറ്റണം കേട്ടോ. കുറച്ച് നേരം വഴറ്റണം. അതായത് ആ ഉള്ളിയുടെ ഒരു കളറ് ചേഞ്ച് ആവണ വരെ ഒന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, സവോള. അപ്പോൾ ഒന്ന് വേഗം വഴണ്ട് കിട്ടും അത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ ചതച്ച മുളകുണ്ടല്ലോ, ഡ്രൈ ചില്ലി, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാമത് കേട്ടോ. എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഡ്രൈ ചെമ്മീനാണ് കേട്ടോ ഇത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ ഇത് എണ്ണയിലാണ് കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കരുത്. എണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതൊന്ന് കുക്കാവട്ടെ. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിടണം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ, നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ചായി നല്ല ബ്രൗണിഷ് കളറിലായിട്ട് അത് വന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റായിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.